ഇപ്പൊ നിക്കണത് ഈ ഒരു സറൗണ്ടിങ്സിലാണ്. എന്ത് രസാല കാണാൻ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു റിറ്റ്സ് വോയിസ് ന്യൂ യൂട്യൂബ് വീഡിയോ. ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് ഞായറാഴ്ച കുറച്ച് സമയം കിട്ടിയപ്പോൾ ഇത് ഉറങ്ങി എഴുന്നേറ്റിട്ട് 4 മണി ആവാനാ പോകണം. 4 മണിയായി ഏകദേശം. ഞാൻ മീൻ പിടിക്കാൻ പോവാണ്. കുറേ നാൾക്ക് ശേഷമാണ് മീൻ പിടിക്കാൻ പോണത്. അപ്പോൾ എത്ര മീനിനെ കിട്ടുമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മീൻ പിടിക്കുന്നത് എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. തൃശ്ശൂരുള്ള ഏതൊരു പാടത്താണ്. അപ്പോൾ ആ പാടം ഏതാണെന്നുള്ളത് കാണിച്ചു തരാം. എൻ്റെ കൂടെ എൻ്റെ ചേച്ചിയും ചേട്ടനും ഏടത്തമ്മയും ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എത്ര മീൻ ഞങ്ങൾക്ക് എത്ര എണ്ണം കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അങ്ങനെ ഗൈസ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കൊല്ലത്തെ ആദ്യത്തെ മീൻപിടുത്തമാണ്. ഞങ്ങൾ അത്ര വലിയ എക്സ്പേർട്ടൊന്നുമല്ല, പക്ഷേ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ഇങ്ങനത്തെ സ്റ്റിക്കും കാര്യങ്ങളുണ്ട്. ആ ബാഗൊക്കെ കാണുന്നത് സ്റ്റിക്കൊക്കെയാണ് കേട്ടോ. അപ്പോൾ ചേട്ടനും ചേച്ചിയൊക്കെ ഞാനും ഭയങ്കര ത്രിൽഡ് ആൻഡ് എക്സൈറ്റഡ് ആണ്. നമുക്ക് മീൻപിടുത്തം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇഷ്ടകരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു മീനെങ്കിലും കിട്ടി കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ പോകുന്ന സ്ഥലം ഇതാണ് കേട്ടോ. അതായത് നമ്മുടെ തൃശ്ശൂരിലെ കണിമംഗലം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുള്ള പാടമാണിത്. ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഭയങ്കര പ്രശാന്ത സുന്ദരമായിട്ടുള്ള ഒരു പാടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാണ്. ഈ ഒരു വ്യൂ കാണാണ്. കാരണം ഇവിടെ നമുക്ക് കുറച്ച് പേരാണ് മീൻ പിടിക്കാൻ വരണുള്ളൂ ഈ ഒരു സമയത്ത്. അപ്പോൾ നമ്മുടെ ചേട്ടനും ചേച്ചിയും കൂടി നമ്മുടെ സ്റ്റിക്കൊക്കെ ശരിയാക്കാണ്. ഈ വലിയ സ്റ്റിക്കിൽ ചൂണ്ടയിൽ മീനൊക്കെ കൊത്താൻ വേണ്ടിയിട്ട് തീറ്റയൊക്കെ വെക്കുകയാണ്. അപ്പോൾ ചേച്ചി ഇങ്ങനെ പ്ലാനിങ് ആണ്, എവിടെ മീൻ ഇടണം, എവിടെ ഇടണം, അവിടെ ഇടണോ, ഇവിടെ ഇടണം എന്നൊക്കെ. അപ്പോൾ നമ്മളൊരു ബംഗാളി സ്വദേശീനെ കണ്ടു. ആളിങ്ങനെ കുറേ നേരമായിട്ട് ചൂണ്ടിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇരുന്ന് ഞങ്ങൾ ഏകദേശം ഒരു 4:15 കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് എത്തണത്. അങ്ങനെ ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്തത് ചേട്ടൻ ആ ഭാഗത്തും ചേച്ചി ഈ ഭാഗത്തും ചൂണ്ടിട്ടുകൊണ്ട് നിൽക്കുക. 1 മണിക്കൂറോളം 1.5 മണിക്കൂറോളം ഒന്നും കിട്ടിയില്ല. എനിക്ക് ഇരുന്നിരുന്ന് കാല് കഴിച്ചാൽ നിന്ന് എൻ്റെ കാല് കഴിച്ചപ്പോൾ ഞാൻ ഈ പുല്ലിൽ ഒന്ന് ഇരുന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോഴും ഞാൻ നിങ്ങൾക്കത് ഇങ്ങനെ കാണിച്ചു തരാണ്. ഈ ഒരു പ്രശാന്ത സുന്ദരമായിട്ടുള്ള ഒരു ഗ്രാമമല്ല, ഈ ഒരു പാടം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഫസ്റ്റത്തെ മീനായിട്ടുള്ള കരിപ്പടി നമ്മുടെ ചേച്ചിക്ക് തന്നെ കിട്ടണം. ഈ കരിപ്പിടി എന്ന് പറയുന്നത് കരിപ്പിടി. ഈ കരിപ്പിടി ആദ്യം തന്നെ ചേച്ചിക്കാണ് കിട്ടണത്. ഈ മീനിനെ കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയി. ഞങ്ങൾക്ക് കിട്ടാണ്ട് പെട്ടെന്ന് ആദ്യം തന്നെ ചേച്ചിക്ക് കിട്ടിയപ്പോൾ നമുക്കതിന് പിടിക്കാൻ പോലും അറിയില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഒരു മീനിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പോലും അറിയാത്തതാണ് ഞങ്ങളപ്പോൾ. എന്താ പറയുക, നമ്മൾ അതിനെ പിടിച്ച് കവറിലിട്ടു. അപ്പോൾ ചേച്ചിയാണ് ഇവിടെ ഫസ്റ്റ് സ്കോർ ചെയ്തേക്കണേ. രണ്ടാമത് വീണ്ടും ചേച്ചിക്ക് തന്നെ കിട്ടി. ഈ ഒരു മീനാണ് കിട്ടിയത്. അപ്പോൾ ഒത്തിരി കൂടി വലിയ മീൻ കിട്ടിയപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയായി. പക്ഷേ പറഞ്ഞില്ല, നമുക്ക് പിടിക്കാനോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ ഈ തമ്മിൽ കണ്ടിട്ടുണ്ടാവും, കാരി അല്ലെങ്കിൽ കടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീനുണ്ട്. ആ മീൻ ഭയങ്കര ഒരു പോയ്സൺ ആയിട്ടുള്ളൊരു മീനാണ്. അപ്പോൾ അതിൻ്റെ കാര്യം ഞങ്ങളോട് പറയാം. അതിന് മുമ്പ് ഈ ഒരു ഭാഗത്ത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, ചെറിയ കിളിക്കൂടുകൾ കാണാം. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് കിളിക്കൂടുകൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഈവനിങ് ടൈം ഒരു 6-6:15 ആയപ്പോൾ ഇവരുടെ കൂട്ടിലേക്ക് ഇങ്ങനെ വരണ കിളികളെയാണ്. നമുക്ക് നല്ല സൗണ്ടാണ് കേൾക്കാൻ. അപ്പം ഞാൻ നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ചേച്ചിക്ക് വീണ്ടും ഒരു കടൂനെ കിട്ടണത്. അപ്പോൾ ഈ മീനിനൊക്കെ കിട്ടിയപ്പോൾ നമുക്ക് അറിയില്ല. അതായത് കടു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു മീനിനെ ഇപ്പോഴും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ചെയ്യുന്നത്. അതായത് ഈ കടുവിൻ്റെ സൈഡിലുള്ള ഈ ഒരു കൊമ്പുണ്ട്. ആ കൊമ്പ് ചേട്ടൻ്റെ കയ്യിൽ ഒരു കൊത്ത് കിട്ടി. അപ്പോൾ ആ കൊത്ത് കിട്ടിയപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയാം എന്തൊക്കെയാണെന്നുള്ളത്. അങ്ങനെ വീണ്ടും നമുക്ക് അടുത്ത കടൂനെ കിട്ടി. നമ്മൾ ഇടുമ്പോൾ തന്നെ നല്ല അത്യാവശ്യം വലുപ്പമുള്ള കടൂനെയാണ് കിട്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ ഭയങ്കര ത്രിൽഡായി പോയി. കുറേ കടൂനെ കിട്ടുന്നുണ്ട്. പക്ഷേ ലാസ്റ്റത്തെ കടു, അതായത് ഒരു 5, 10, 15 കടൂനെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന്. അപ്പോൾ എനിക്കും ആകെ ഒരു ചെറിയ കരിപ്പിടീനെ കിട്ടിയത്. പിന്നെ ചേട്ടന് 2 മീനിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് ആയിരുന്നു ഒരു 8-10 മീനിനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ലാസ്റ്റ് ഇരുട്ടാവണ വരെ 7 മണി വരെ ഞങ്ങൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. സോ ഗൈസ്, നമ്മളിപ്പോൾ ഏകദേശം വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അവരിവിടെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗണ്ട് ഇല്ലാണ്ട് വേണം മീൻ പിടിക്കാൻ. ശരിക്കും സൗണ്ട് ഉണ്ടെങ്കിൽ അവരങ്ങനെ മീൻ വരില്ല അധികം കൊത്താൻ. അപ്പം നമുക്കൊരു 5-6-7 മീനിനെ കിട്ടി. എനിക്കൊരു ചെറിയൊരു മീനിനെ കിട്ടിയേ. അവർ 2 പേർക്കും 2-3 വലിയ മീനിനെ കിട്ടിയിട്ടുണ്ട്. കടു എന്നാണ് തോന്നുന്നു പേര്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു സ്ഥലത്ത് കുറേ മീനുകളുണ്ട്. പക്ഷേ മീനുകളൊക്കെ കുറേ ടെക്നിക്ക് പഠിച്ചിരിക്കണ കാരണം എന്താ പറയുക, അവരൊന്നും കൊത്തണില്ല ഈ ഒരു ചൂണ്ടയിൽ. എന്നാലും ഒരു 7-8 മീൻ നമുക്ക് കിട്ടി. ഇപ്പോൾ 1-2 പേര് അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം, ഞാനിപ്പോൾ നിൽക്കണത് ഈ ഒരു സറൗണ്ടിങ്സിലാണ്. എന്ത് രസാല കാണാൻ. ഇതാണ് ഒരു വഴി. ഈ വഴി കൂടെയാണ് നമ്മൾ വരേണ്ടത്. ഭയങ്കര പ്രശാന്ത സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത്ര തന്നെ. ബൈ.
സോ നിങ്ങൾ നേരത്തെ കണ്ട ആ ബൈ ബൈ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു 7 മണി വരെ മീൻ പിടിക്കലുണ്ടായി. അപ്പോഴാണ് ഞങ്ങൾക്ക് കൂടുതൽ കടു എന്ന് പറഞ്ഞ മീനിനെ കിട്ടിയതും അതുപോലെ ചേട്ടൻ്റെ കയ്യിലൊരു കൊത്ത് കിട്ടിയതും കുറേ ചോര വന്നു. പിന്നെ അപ്പം തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൂത്രം ഒഴിക്കുക, അതായത് ആ കൊണ്ട ഭാഗത്ത് മൂത്രം ഒഴിക്കുക, അതുപോലെ ഈ ചെറിയ ഉള്ളി അരിഞ്ഞ് വെക്കുക, അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. പിന്നെ കടച്ചിൽ മാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് പോകേണ്ടി വരും. കാരണം ഈ അടുത്ത് ഒരു ചേട്ടൻ ഇതുപോലെ ചെളി വെള്ളത്തിൽ ഇറങ്ങിയിട്ട് അതിൻ്റെ ഫംഗസ് എന്തോ കയറിയിട്ട് ഈ ഒരു മീൻ കൊത്തിയിട്ട് കൈപ്പത്തി വരെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. അത്രയ്ക്കും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫിഷാണ് ഈ ഒരു കാരി അല്ലെങ്കിൽ ഈ ഒരു കടു എന്ന് പറയുന്ന ഈ മീൻ. അപ്പോൾ ഈ മീനിനെ നിങ്ങൾ പാടത്തോ പറമ്പിലോ പോയിട്ട് അറിയാത്തവർ പിടിക്കുകയാണെങ്കിൽ, പറമ്പിൽ കിട്ടില്ല എന്നാലും പാടത്ത് നിങ്ങൾ ചൂണ്ടിടുമ്പോൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കൈ കൊണ്ട് പിടിക്കാണ്ടൊക്കെ ഇവർക്ക് ഭയങ്കര ഷാർപ്പായിട്ടുള്ള മുള്ളുകളാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞങ്ങൾ ശ്രദ്ധിച്ച് പിടിച്ചിട്ടാണ് ഇങ്ങനത്തെ ചോരയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ അധികം പ്രശ്നമൊന്നുമില്ല, ഹോസ്പിറ്റലൊന്നും പോകേണ്ട വന്നില്ല. ലാസ്റ്റാണ് കുറേ ഇങ്ങനത്തെ കടു മീനിനെ കിട്ടിയത് ഞങ്ങൾക്ക്. അപ്പോൾ ഇതാണ് കിട്ടിയ മീനിനെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാണ്. കണ്ടില്ലേ, ഈ ഒരു ഡവറയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തോന്നുന്നു വരും വഴിക്ക് 2-3-4 ചാടി പോയി തോന്നുന്നു. ഇതിങ്ങനെ പ്ലാസ്റ്റിക് കുറേ പൊട്ടിയിട്ട്, അതാണ് കിട്ടിയ മീനാണ് ഇപ്പോൾ ഇതിലുള്ളത്. ഇവരാണിങ്ങനെ അള്ളി പിടിച്ചിരിക്കുകയാണ്. ഇതുപോലെ ഒരു എക്സ്പീരിയൻസ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭാഗ്യത്തിന് വേറെ ഒന്നും പറ്റിയില്ല. ഈ ഫിഷിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മീൻപിടുത്തം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ നിങ്ങളുടെ അടുത്ത് വല്ല പാടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി ചെയ്യണം. നമുക്ക് ഭയങ്കരമായിട്ട് മൈൻഡ് റിലാക്സിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു മീൻപിടുത്തം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ മീനാണെങ്കിൽ നമുക്കതൊരു വലിയൊരു തിമിംഗലം കിട്ടുന്ന ഒരു പവറാണ് നമുക്ക് ആ ചെറിയ മീനിനെ നമ്മളെ പിടിക്കുമ്പോൾ കിട്ടുമ്പോൾ നമുക്കുള്ള സന്തോഷം. അപ്പോൾ അത്ര തന്നെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ കടു മീനിനെ നോക്കാന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ എവിടെയെങ്കിലും പിടിക്കാന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു മീനിനെ കിട്ടുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് കൈകൊണ്ട് പിടിക്കാണ്ടിരിക്കുക. വല്ല തുണിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടാണ് പിടിക്കുക. പിന്നെ മീൻ പിടുത്തക്കാർക്ക് അവർക്ക് കറക്റ്റ് അറിയാം എങ്ങനെയാണ് ഈ മീനിനെ പിടിക്കേണ്ടതെന്നും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഈ കടു മീൻ എന്ന് പറയുന്നത് കറി വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ആ കറി വെച്ചിട്ട് കഴിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കഴിക്കുമ്പോൾ ആ സമയത്തുള്ള ഒരു ഫോട്ടോയോ കറിയുടെ ഫോട്ടോ എന്തെങ്കിലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഫോട്ടോ ആയിട്ടായാലും ഞാൻ ഇടുന്നതായിരിക്കും. ഇപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.